എല്ലാ മാന്യ ശ്രോതാക്കൾക്കും KKN ചൂലൂർ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സത്സംഗം നടക്കുന്നുണ്ട്. ശ്രീമദ് ഭാഗവത പാരായണം നടക്കുന്നുണ്ട്. നാരായണീയ സമിതി, അതായത് അഖില നാരായണീയ സമിതി, ഭൂലോക നാരായണ സമിതി, അങ്ങനെ പല 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 പേരുകളിൽ നാരായണീയ സമിതികളുണ്ട്. അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത സപ്താഹ സമിതികളുണ്ട്, സത്ര സമിതികളുണ്ട്. ഇങ്ങനെ നാടിൻ്റെ നാനാഭാഗത്തും പലതരം പല പേരുകളിൽ ഭാഗവതവും നാരായണീയവും ഇങ്ങനെ പാറി നടക്കുകയാണ്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം, അതായത് ശ്രീമദ് ഭാഗവതമായാലും നാരായണീയമായാലും 18 പുരാണമായാലും എന്താണെങ്കിലും ഇതിലൊക്കെ പ്രതിപാദ്യ വിഷയങ്ങളൊന്നാണ്. ഇനിയിപ്പോൾ ശ്രീമദ് ഭാഗവതം ആയിക്കോട്ടെ, അതിലെന്താ പറയുന്നത്? ഹിരണ്യശിപുവിൻ്റെ കഥ, കംസൻ്റെ കഥ, ഇങ്ങനെ കുറേ അസുരന്മാരെ വധിച്ചതും കുറേ ആൾക്കാർക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തു, ഇങ്ങനെ പല പല കഥകളാണ് അതിലുള്ളത്. ഇതല്ലാതെ പുതുതായിട്ട് ഒന്നും അതിൽ പറയാനില്ല. എന്നും ഒരേ കഥ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ എന്തോ ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നില്ലേ? നോക്കൂ, എന്നും ഒരേ കഥ ഇങ്ങനെ പറയാം. അങ്ങനെയുണ്ടോ? ഒരേ കഥ എപ്പോഴും ഇങ്ങനെ പറയാം. അതിൽ എന്തോ ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ. ഇത്രയും സർവശക്തനായിരിക്കുന്ന ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരന് എന്തുകൊണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ പറയുന്നില്ല? ഇപ്പം നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ പറയുകയാണ്, കലിയുഗത്തിൽ കുതിരവണ്ടികളൊന്നും ഉണ്ടാവില്ല, അവിടെ എല്ലാവർക്കും കാറുകളാവും, വലിയ വലിയ വില പിടിച്ച കാറുകളാവും. അതുപോലെ തന്നെ പെട്രോൾ എന്ന് പറയുന്ന ഒരു എണ്ണയാണ് കത്തിക്കുക. ഇങ്ങനെ വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും ശ്രീമദ് ഭാഗവത്ത് പറയുന്നില്ല. അവിടെ ശ്രീമദ് ഭാഗവത്തിൽ ആകൂടി പറഞ്ഞ ആന, കുതിര, തേരാള്, കാലാള് ഇതൊക്കെ തന്നെ പറയുന്നുള്ളൂ. വേറെ ഒരു ആധുനികമായുള്ള ഒരു യുദ്ധസാമഗ്രിയെ പറ്റിയോ അല്ലെ വാഹനത്തെ പറ്റിയോ ഒന്നും പ്രതിപാദിച്ച് കാണുന്നില്ല. അത്രയും ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈശ്വരൻ നേരിട്ട് ശ്രീ ഭഗവാൻ ഭഗവാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഭഗവാൻ പറയുമ്പോൾ ഭഗവാൻ പറയണം കലിയുഗത്തിൽ ഇന്ന കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ അവിടെ ഈ കുതിരയൊന്നും ഉണ്ടാവില്ല, ആന ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഒരു ആനയെ നമുക്ക് നാട്ടിൽ എഴുന്നള്ളിക്കാൻ തന്നെ ഒരുപാട് നിയമവശങ്ങളില്ലേ, പിന്നല്ലേ യുദ്ധത്തിനുള്ളത്. അപ്പോൾ ഇതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായ ഒരു ഭാവനയിൽ നിന്നും ഉടലെടുത്തതാണെന്ന് വേണേൽ പറഞ്ഞ് തെറ്റില്ല. കാരണം ഒരു കഥാകൃത്ത് അല്ലെ ഒരു സാഹിത്യകാരൻ വളരെ സുന്ദരമായിട്ട് ഉണ്ടാക്കിയ ഒരു കഥയായി കൂടെ ശ്രീമദ് ഭാഗവതം, രാമായണം ഒക്കെ എങ്ങനെ ആയിക്കൂടാന്ന് പറയാൻ പറ്റുമോ? കാരണം അതിൻ്റെ കഥാപാത്രങ്ങൾക്ക് വ്യത്യാസമില്ല. ഒരു പുതുമയിൽ ഇവരാരും പറയുന്നില്ലേ, സാക്ഷാൽ ഈശ്വരൻ എന്ന് പറയുന്ന ആ ശക്തി എന്തുകൊണ്ട് ഭാവി കാര്യം പറയുന്നില്ല? പറയാണ് ശ്രീനാരദ മഹർഷേ, കലിയുഗത്തിൽ ഇങ്ങനെയല്ല. കലിയുഗത്തിൽ ഇന്ന് കാണുന്ന കുതിരയോ അല്ലെ ആനയൊന്നല്ല. അന്ന് വളരെ ആധുനികമായ എല്ലാവിധ സൗകര്യത്തോടും കൂടിയുള്ള വില പിടിച്ച കാറുകൾ, പെട്രോൾ ആൾക്കാർ നടക്കേണ്ട ആവശ്യമില്ല, പരമസുഖസൗകര്യം, എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉള്ള ഒരു യുഗമാണ് കലിയുഗം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീമദ് ഭാഗവതം നമുക്ക് അത് സത്യമാണ് ഉൾക്കൊള്ളാമായിരുന്നു. ഞാൻ പലപ്പോഴും ഈ സപ്താഹം നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആചാര്യനോട് ചോദിക്കാറുണ്ട്, അല്ല ആചാര്യ, ഞാൻ പറഞ്ഞ് ധിക്കാരാൻ തോന്നണ്ട, അവർക്കൊന്നും ഉത്തരമില്ല. കാരണം ഇങ്ങനെ ലോകം മുഴുവൻ എല്ലാ കാര്യം അറിഞ്ഞ സാക്ഷാൽ ഈശ്വരന് എന്തുകൊണ്ട് കലിയുഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റിയില്ല? ഒരു സ്ഥലത്ത് പോലും പറയുന്നില്ല. അങ്ങനെ നോക്കുമോ, നമുക്കിപ്പം 1 മണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ വിമാനത്തിലെത്താൻ പറ്റും. വിമാനം എന്നുള്ള പുഷ്പവിമാനത്തെ പറ്റി പറയേണ്ടതെന്ന് പറയും. വിമാനം എന്ന് പറഞ്ഞാൽ പിന്നെ ആകാശത്തുകൂടെ സഞ്ചരിക്കുന്ന വാഹനം എന്നേ ഉദ്ദേശമുള്ളൂ. ഇപ്പം പറവകളൊക്കെ ആകാശം സഞ്ചരിക്കുന്നുണ്ട്, അതൊക്കെ വിമാനത്തിൽ വിടുമ്പോഴേ ആകാശത്തോട് സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും വിമാനം എന്ന് വേണമെങ്കിൽ പറയാം. ആ വാക്കിൻ്റെ അർത്ഥം അതല്ലാണ്ട് പിന്നെ അത് പറഞ്ഞതൊന്നും പിന്നെ വിമാനം പണ്ടുണ്ടായിരുന്നു പറഞ്ഞ് വെറുതെ അങ്ങനെ പറഞ്ഞത്, അതൊക്കെ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇന്ന് കാണുന്ന വിമാനമൊന്നും അന്ന് പണ്ട് കാലത്ത് ഭാവനയെ പോലും ഈശ്വരന്മാരെ ഭഗവാന്റെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ചിന്തയിലൊന്നും ഇങ്ങനെയൊരു വാഹനങ്ങളോ അല്ലെങ്കിൽ ഇത്രയും ആധുനികമായ സൗകര്യങ്ങളൊന്നും അന്നത്തെ ഈശ്വരൻ്റെ ചിന്തയിൽ ഉദയം ചെയ്തിട്ടില്ല, തുറന്നു പറയാം. കാരണം അന്നത്തെ പണ്ട് കാലത്ത് ഈ ശ്രീമദ് ഭാഗവതമൊക്കെ ഉണ്ടാക്കി, അതായത് ത്രേതായുഗം അവസാനം അല്ല ദ്വാപരയുഗം അവസാനമൊക്കെ ആയിട്ടില്ലേ പറയാം. ആ ദ്വാപരയുഗം അവസാനമൊക്കെ ആണല്ലോ ഈ പിന്നെ ശ്രീമദ് ഭാഗവതം 5000 വർഷം ഉണ്ടാക്കിയിട്ടെന്നാണ് പറയുന്നത്. 5000 വർഷം മുന്നുള്ള ശ്രീ വേദവ്യാസൻ എന്ന് പറയുന്ന അദ്ദേഹം
ഇത് സൃഷ്ടിക്കുമ്പം ഇങ്ങനെയൊന്നും ഒരു സംഭവം ഭാവിയിൽ വരുന്നൊന്നും ആർക്കും അറിയില്ല. ഈശ്വരന് പോലും അറിയില്ല അങ്ങനെ കലിയുഗത്തിൽ സുഖസുന്ദരമായ പിന്നെ വാഹനങ്ങളുണ്ടാവും, മനുഷ്യന്മാർക്ക് നടക്കേണ്ട ആവശ്യമില്ല, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും എന്തൊക്കെ ആധുനിക ഇപ്പോഴത്തെ കാലം നോക്കൂ, ശാസ്ത്രം കൊണ്ട് എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റി. ഇതൊന്നും ഇതിൻ്റെ ഒരു ചെറിയ തരി പോലും പണ്ടത്തെ കാലത്ത് ഒരു പുരാണത്തും പറഞ്ഞു കാണുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഈ പുരാണങ്ങളൊക്കെ മനുഷ്യഭാവനയാണ് എന്ന് പറഞ്ഞ് തെറ്റുണ്ടോ എന്ന് എൻ്റെ ചോദ്യമാണ്. ഞാൻ യുക്തിപരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ. ഇതിൽ പല വിമർശനം ഉണ്ടാവാം, പിന്നെ പല എതിർപ്പുകളും ഉണ്ടാവാം. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ എന്തെങ്കിലും കലിയുഗത്തിൽ ഇത്രയും ആധുനിക സൗകര്യങ്ങൾ ഒരു കാര്യം പോലും അന്നത്തെ ശ്രീമദ് ഭാഗവത്തിലോ നാരായണീയത്തിലോ എന്ന് വേണ്ട, നാരായണൻ എന്ന് പറഞ്ഞാൽ കലിയുഗത്തിൽ എഴുതിയ പട്ടേരിപ്പാട് അടുത്ത കാലത്ത് എഴുതിയ, അദ്ദേഹത്തിന് പോലും ഇത് തോന്നിയില്ല. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഭഗവാനെ സംസാരിച്ചു. അപ്പോൾ ഭഗവാൻ പറയാം, പട്ടേരി എന്താ വിഡിത്തം പറഞ്ഞത്, എങ്ങനെയൊന്നുമല്ല ഭഗവാൻ, ഇനി മനുഷ്യന്മാർ കാറൊക്കെ വാങ്ങാൻ പോവാണ്, പെട്രോൾ ഓടുന്ന കാറ് വാങ്ങും, ഡീസൽ വാങ്ങും, അത് മാത്രമേ ഇലക്ട്രിക്കൽ ഓടുന്ന വണ്ടികൾ വരുന്നുണ്ട്. എന്തുകൊണ്ട് ഈശ്വരൻ പറഞ്ഞില്ല, ശ്രീ ഭഗവാൻ വാച എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഭഗവാനായി ഈ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പറയണ്ടേ, ശ്രീ ഭഗവാൻ വാച, ഭഗവാൻ പറഞ്ഞു അങ്ങനെ. ഇനി പിന്നെ കലിയുഗത്തിൽ ഇലക്ട്രിക് കാറുകൾ കൂടും, എന്തുകൊണ്ട് പറഞ്ഞില്ല? കറണ്ടിനെ പറ്റിയേ പറഞ്ഞില്ല. അന്നും ഈ വിളക്ക് ഇതൊക്കെ തന്നെ പറയുള്ളൂ. നമ്മൾ അടുത്ത കാലം വരെ ആ ക്ഷേത്രങ്ങളിൽ ഇത് ഈ എണ്ണ തന്നെ ഉപയോഗിക്കാറ്. കറണ്ട് വന്നിട്ടിപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ കറണ്ടൊക്കെ അത്തായില്ലോ. അതുവരെ ഒരു ആധുനികമായ ഒരു സൗകര്യങ്ങളും അന്നത്തെ ഒരു പുരാണത്തിലും പറഞ്ഞു കാണുന്നില്ല. എയർ കണ്ടീഷനെ പറ്റി പറയുന്നില്ല, വാഹനത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പം ഇതൊക്കെ ഒരു കവിയുടെ ഭാവന, അന്നത്തെ കാലത്ത് അന്നത്തെ സൗകര്യങ്ങളും അന്നത്തെ കാര്യങ്ങളും മാത്രം വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക കഥ ആയിക്കൂടെ? എൻ്റെ ഒരു സംശയം കേട്ടോ. ന്യായമായ സംശയം എന്ന് തന്നെ പറയാം. കാരണം അന്നത്തെ കാലത്ത് അന്ന് എന്തൊക്കെയാണോ വേദവ്യാസ മഹർഷിയുടെ കൺമുന്നിൽ ഉണ്ടായത്, അന്ന് മുക്കുവൻ്റെ മകനാണെന്ന് പറയുന്നുണ്ട്. അന്ന് തോണിയെ പറ്റി പരാശര മഹർഷി തോണിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷെ പിൽക്കാലത്ത് ഇങ്ങനെ കപ്പലുണ്ടാവുന്നും ഇങ്ങനെ ബോട്ടുണ്ടാവുന്നും ഒന്നും അത് പറഞ്ഞില്ല. ആ ഗുഹൻ തോണി കടത്തിന, രാമായണത്തിൽ ഗുഹൻ തോണി കടത്തിന. ഭാവിയിൽ ഗുഹൻ്റെ സ്ഥാനത്ത് ബോട്ട് ഉണ്ടാവുമെന്നും പറഞ്ഞു കേട്ടില്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ ഗുഹനോട് വേണേൽ പറയാം, ഗുഹ ഈ നിൻ്റെ കഷ്ടപ്പാടൊക്കെ തീരും, നിൻ്റെ വംശജന്മാർക്ക് കുറച്ച് ഭാവി കാലത്ത് ഇലക്ട്രിക് മോട്ടോറിൽ ഓടുന്ന ബോട്ടുണ്ടാവുമെന്ന് എന്തുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു കൊടുത്തില്ല ഗുഹനോട്? അപ്പം അങ്ങനെ ഒരുപാട് യുക്തിപരമായി ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ ഒരു പുരാണത്തിൽ പോലും ഇന്ന് ആധുനിക കലിയുഗത്തിലുള്ള എല്ലാവിധ സുഖസൗകര്യങ്ങളും, ഇന്ന് കലിയുഗത്തിൽ മനുഷ്യന്മാർക്കുള്ള സുഖസൗകര്യത്തിൻ്റെ 1000-1 ഭാഗം പോലും ദ്വാപരയുഗത്തിലോ ത്രേതായുഗത്തിലോ കൃതയുഗത്തിലോ ഉള്ള മനുഷ്യന്മാർക്ക് ഉണ്ടായിട്ടില്ല. പുരാണത്തിൽ പറഞ്ഞ കലിയുഗം വളരെ മോശമാണെന്ന് പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ സുഖസൗകര്യവും മനുഷ്യന് കിട്ടിയ യുഗമാണ് കലിയുഗം. 11 വിരോധാഭാസല്ലേ? ബാക്കി എല്ലാ 3 യുഗത്തിനും 3 യുഗത്തേക്കാൾ എന്തുകൊണ്ടും വളരെയധികം ശ്രേഷ്ഠമായ എല്ലാ ആധുനിക സൗകര്യവും മനുഷ്യന് എല്ലാവിധ സുഖങ്ങളുള്ള അതാണ് കലിയുഗം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എല്ലാവരും ഒന്ന് ചിന്തിക്കുക. ഇന്നത്തെ നാളെ നമുക്ക് വേറൊരു പുതിയ സബ്ജക്റ്റായിട്ട് നമുക്ക് വരാം.